ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതി ആയിരിക്കുന്നു എന്ന് അറിയുക കൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു. ഞാൻ യെരുശലേമിൽ നമസ്കരിക്കാൻ പോയിട്ട് 12 നാളിൽ അധികമായില്ല എന്ന് നിനക്ക് അറിയാവുന്നതാവുന്നു. ദൈവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹം ഉണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടില്ല. ഇന്ന് എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുൻപാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശപിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസിനെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ന്യായാധിപന്റെ മുൻപാകെ നിർത്തിയപ്പോൾ താൻ തൻ്റെ നിരപരാധിത്വം ന്യായാധിപന്റെ മുൻപാകെ പ്രസ്താവിച്ച കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. താൻ ആരെയും നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ നസ്രായ മതത്തിലേക്ക് മാറ്റിയിട്ടില്ല. സ്നേഹത്തിൻ്റെ സുവിശേഷം മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് വളരെ കൃത്യമായും തെളിവ് സഹിതം ന്യായാധിപന്റെ മുൻപാകെ താൻ അവതരിപ്പിച്ചു. അങ്ങനെ പൗലോസ് അവിടെ നിന്നും ന്യായാധിപ സംഘത്തിൽ നിന്നും സമാധാനത്തോടെ പിരിഞ്ഞുപോയി എന്ന് തുടർന്നുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ സന്ദേശത്തിന് ആരെയും വിലക്കുവാനോ തടയുവാനോ കഴിയുന്നതല്ല. സുവിശേഷം യേശുക്രിസ്തുവിൻ്റെതാണ്. അത് അന്നും ഇന്നും നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും. ആമേൻ.